ധർമ്മോപദേശത്തെ തുടരുകയാണ്. അടുത്തതായി മോക്ഷ ഉപായം, അതുപോലെ തന്നെ നിർവേദത്തിനായിട്ടുള്ള ഉപായത്തെ ചോദിക്കുമ്പോൾ പറയുകയാണ്. ഇപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 5 തരത്തിലുള്ള ജ്ഞാനം: കാണുക, രുചി അറിയുക, ഗന്ധം അറിയുക, ശബ്ദം കേൾക്കുക, സ്പർശം അറിയുക. അപ്പോൾ ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ടുമുള്ള വിഷയങ്ങളെ ഗ്രഹിക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവുന്നു. ആ ആഗ്രഹം സാധിക്കാതെ വരുമ്പോഴാണ്, സഫലമാകാതെ വരുമ്പോഴാണ് കാമത്തിൻ്റെ പിന്നാലെ വരുന്ന ദ്വേഷം. മനുഷ്യൻ ഏറ്റവും അധികം പ്രയത്നിക്കുന്നത് ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടിയിട്ടുള്ള സുഖ അനുഭവത്തിന് വേണ്ടി ആണ് പ്രയത്നങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത്. തനിക്കിഷ്ടപ്പെടുന്നതായ കാഴ്ചകൾ കാണാൻ വേണ്ടി, തനിക്ക് ഇഷ്ടപ്പെടുന്ന രസങ്ങളെ ആസ്വദിക്കാൻ വേണ്ടി. അപ്പം ഇതിനൊന്നും പറ്റാതെ വരുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ പിന്നീട് സംഭവിക്കുന്നതാണ് ദ്വേഷം. അതിൻ്റെ തുടർച്ച എന്നവണ്ണം ലോഭം, ലോഭത്തിൽ നിന്ന് മോഹം. അങ്ങനെ ലോഭമോഹാഭിഭൂതനായി രാഗദ്വേഷാന്വിതനായി തീരുന്ന ഒരുവന് ധർമ്മത്തെക്കുറിച്ച് വലിയ ചിന്ത ഉണ്ടാവില്ല എന്നാണ്. ധർമ്മമാണ് എന്ന രീതിയിൽ പല കാപട്യവും ചെയ്യാൻ ഒരുവൻ തയ്യാറാവും. വ്യാജം ആയിട്ട് ധർമ്മത്തെ, അല്ലെങ്കിൽ ധർമ്മം എന്ന പേരിൽ വ്യാജമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യും. തെറ്റായ മാർഗത്തിൽ കൂടിയിട്ട് വ്യാജം പ്രവർത്തിച്ചുകൊണ്ട് ധനം ആർജിക്കാൻ ശ്രമിക്കും. അപ്പോൾ ബുദ്ധി ആ രീതിയിലായി തീരുകയാണ്. എങ്ങനെയായാലും കുഴപ്പമില്ല, എന്ത് കളവ് പറഞ്ഞിട്ടായാലും പ്രവർത്തിച്ചിട്ടായാലും തനിക്ക് ധനം ആർജിക്കണം. ആ രീതിയിൽ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നാണ്. അറിവുള്ളവർ ഉപദേശിച്ചാലും, തൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാലും, അങ്ങനെയുള്ളവർ അതിൽ നിന്ന് പിന്തിരിയില്ല. താൻ ചെയ്യുന്ന തെറ്റിനെ സ്ഥാപിക്കാൻ വേണ്ടി, സാധൂകരിക്കാൻ വേണ്ടിയിട്ട് അവൻ പല രീതിയിലും ന്യായവാദങ്ങളെ ഉന്നയിക്കും. ഇത്തരത്തിൽ രാഗമോഹാദികളോടുകൂടി, കാമക്രോധാദികളോടുകൂടി അധർമ്മം ചെയ്യുന്നു. ഈ പാപകർമ്മങ്ങൾ 3 തരത്തിലാണ് എന്ന് പറഞ്ഞു. ഒന്ന് ശരീരം കൊണ്ട് ചെയ്യുന്ന കായികമായിട്ടുള്ള പാപം, മറ്റൊന്ന് വാചികമായത്, വാക്കുകൊണ്ട് പറയുന്ന പാപങ്ങൾ, മറ്റൊന്ന് ചിന്തിക്കുന്നതാണ് എന്നാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന പാപകർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അപ്പം ഈ 3 തരത്തിലും വാചികവും കായികവും മാനസികവുമായിട്ടുള്ള പാപം, അത് ഒരുവനിൽ അധർമ്മം വളരാനായിട്ട് കാരണമായിട്ട് തീരും. അപ്പോൾ ഒരുവന് സംഭവിക്കുന്ന ഈ ധർമ്മലോപത്തെ സാധുജനങ്ങൾ കാണുകയും അവർ പലപ്പോഴും ഉപദേശിക്കാനൊക്കെ ശ്രമിക്കും. പക്ഷെ എന്നാൽ പലപ്പോഴും അത് ഫലവത്തായി തീരാറില്ല എന്നാണ്. ഈ പാപകർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അധികവും സൗഹൃദം അത്തരത്തിലുള്ളവരുമായിട്ടായിരിക്കും. നമ്മൾ പറയുമല്ലോ, സമാന ചിന്താഗതിക്കാരുമായിട്ടാണ് സൗഹൃദങ്ങൾ ഉണ്ടാവുക. അപ്പം ഇങ്ങനെ നിരന്തരം പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ്. അവർക്ക് ഇഹത്തിലും പരത്തിലും സുഖമുണ്ടാവുന്നില്ല എന്നാണ്. ഇത്തരത്തിൽ പാപകർമ്മങ്ങളിൽ വ്യാപൃതരായിട്ട് തീരുന്നവരെ കുറിച്ച് ആദ്യം സൂചിപ്പിച്ചു. ഇനി ധർമ്മത്തെ ചെയ്യുന്നവർ എന്നാണ്. ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളിൽ ശ്രദ്ധ സമ്പാദിക്കുന്നവർ, തൻ്റെ അറിവ് കൊണ്ട്, തൻ്റെ പ്രജ്ഞ കൊണ്ട് ദോഷങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയുകയും നല്ല പ്രവൃത്തികളെ കൊണ്ട് നല്ല അഭ്യാസം നേടി, നല്ല വിദ്യാഭ്യാസം നേടി, സൽക്കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ആചാരശുദ്ധിയോടുകൂടിയിട്ട് ഒരുവന്റെ പ്രജ്ഞ ധാർമ്മികമായ രീതിയിൽ അതിൽ ശ്രദ്ധിക്കുമ്പോൾ, ധർമ്മത്തെ സേവിച്ചുകൊണ്ട് ധാർമ്മികമായ മാർഗത്തിൽ തനിക്ക് വന്നു ചേരുന്നത് കൊണ്ട് സുഖത്തെ അനുഭവിക്കും. നല്ല സൗഹൃദം ഉണ്ടാവുക, നല്ല സുഹൃത് ബന്ധം ഉണ്ടാവുക ജീവിതത്തിൽ. അതുപോലെ വന്നു ചേരുന്ന ധനമാണെങ്കിലും
അതും ധാർമ്മികമായിട്ടുള്ള ധനം ആവുക. എന്തെങ്കിലും ലാഭമുണ്ടായിക്കഴിഞ്ഞാലും ആ ലാഭത്തെക്കുറിച്ച് അധികം അഹങ്കരിക്കാതിരിക്കുക, അമിതമായിട്ട് അതിൽ സന്തോഷിക്കാതിരിക്കുക. തൻ്റെ അറിവുപയോഗിച്ചുകൊണ്ട് എപ്പോഴും മനോനിയന്ത്രണത്തോടു കൂടിയിട്ട്, ആത്മനിയന്ത്രണത്തോടുകൂടി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടാവും ഒരു ജ്ഞാനിയായ ധർമാത്മാവായ ഒരുവൻ പ്രവർത്തിക്കുക എന്നാണ്. അപ്പൊ ധർമ്മത്തെയാണ് പ്രവർത്തിക്കേണ്ടത്. ശാശ്വതമായ സിദ്ധി ഉണ്ടാവണമെങ്കിൽ ധാർമ്മികമായിട്ട് ധർമ്മത്തെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കണം. ഇതാണ് നമുക്ക് സനാതന ധർമ്മത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു തരുന്നത് ഈ പുരാണങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും ഇവിടെ അടുത്ത ചോദ്യമാണ്, എന്താണ് ഉപായം, മോക്ഷത്തിനായിട്ടുള്ള ഉപായം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ മോക്ഷോപായമായിട്ട് ഇവിടെ ഇപ്പൊ ലൗകികമായിട്ടുള്ള ഉന്നതി, മോക്ഷപ്രാപ്തി, ആ മോക്ഷപ്രാപ്തിക്കായിട്ട് ഉള്ള ഒരു വിചാരം, അതിനെയാണ് ഇവിടെ ധർമ്മോപായം എന്ന് പറയുക. ആദ്യം തന്നെ ക്ഷമ കൊണ്ട് ക്രോധത്തെ ജയിക്കണം എന്നാണ്. സങ്കല്പവർജനം കൊണ്ടാണ് കാമത്തെ ജയിക്കേണ്ടത്. സങ്കല്പിക്കുന്നത്, നമ്മളുടെ മനസ്സുണ്ടാക്കി തീർക്കുന്നതായിട്ടുള്ള സങ്കല്പ വികല്പങ്ങളാണ് നമ്മളിൽ പലതരത്തിലുള്ള വിചാരങ്ങൾക്കും അത് ക്രമേണ വികാരമായിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുകയാണ്. നമ്മളിൽ നമുക്കൊരു വ്യക്തിയോടുള്ള ആ ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള ചിന്ത, തെറ്റായ രീതിയിലുള്ള ചിന്തയാണ് ക്രമേണ നമുക്ക് അയാളോട് വിദ്വേഷം ഉണ്ടാക്കുക. അപ്പോൾ ഇച്ഛ, ദ്വേഷം, കാമം ഇതിനെയൊക്കെ നിയന്ത്രിക്കുക എന്നാണ്. ഭയത്തെ നീക്കുക, നിദ്രയെ ജയിക്കുക. ശരീരത്തിന് ഈ നിദ്ര എന്നുള്ളത്, ഉറക്കം എന്നുള്ളത് നമ്മളുടെ ആവശ്യം ആണ്, പക്ഷേ അത് അമിതമാവരുത് എന്നാണ്. നിദ്രയെ അമിതമായിട്ടൊരിക്കലും ആശ്രയിക്കരുത്. അവനവന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഉറക്കം, അത് ശീലിക്കുക. അജ്ഞാനം, സംശയം ഇതിനെ വിവേകം കൊണ്ട് നീക്കണം. അതുപോലെ തന്നെ രോഗാദികളെ ഹിതമായ മിതമായ ഭക്ഷണം കൊണ്ട് രോഗത്തെ അതിജീവിക്കണം എന്നാണ്. അസുഖം വന്നിട്ട് ഔഷധം കഴിക്കുന്നതല്ല ഏറ്റവും നല്ല ആരോഗ്യകരമായ ജീവിതം എന്ന് പറയുന്നത്. അന്നത്തിനെ, നാം സ്വീകരിക്കുന്ന ആഹാരത്തിനെ മിതമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എന്നാണ്. ഔഷധം പോലെ ആഹാരം കഴിച്ചാൽ ഏറെക്കുറെ രോഗങ്ങളിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ പറ്റും, രക്ഷ നേടാൻ പറ്റും എന്നാണ്. അടുത്തതായിട്ട് ലോഭമോഹങ്ങളെ സന്തോഷം കൊണ്ട് നീക്കണം. വിഷയങ്ങളിലുള്ള നമ്മളുടെ ആസക്തിയെ തത്വദർശനം കൊണ്ട് നീക്കണം. അധർമ്മത്തെ അനുകമ്പ കൊണ്ട് ജയിക്കണം. നിസ്സംഗത കൊണ്ടാണ് അർത്ഥത്തെ ജയിക്കേണ്ടത്. അതിനോട് സംഘമില്ലാതെ നമുക്ക് ആവശ്യത്തിനാണ് നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, ദൈനംദിന കാര്യങ്ങളെ നിർവഹിക്കാനുള്ള ഒരു ഉപാധി എന്നത്, അതിനപ്പുറത്ത് ധനത്തിന് പ്രാധാന്യം കൊടുക്കരുത്. ധനം നേടാൻ വേണ്ടി മാത്രമാണ് ജീവിതം എന്ന് വന്നാൽ അധപ്പതിക്കും, യാതൊരു സംശയവുമില്ല. അപ്പം നമ്മളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ, ഒരു യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ അതിന് എന്താണോ ഊർജമായിട്ട് വേണ്ടത്, ചിലത് വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കണ യന്ത്രമാവും, ചിലത് മറ്റേതെങ്കിലും ഇന്ധനം കൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രമാവും. അപ്പം അതിന് വേണ്ടതായ ഇന്ധനം പോലെ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ധനത്തിൻ്റെ സ്ഥാനം എന്നാണ്. അപ്പം അത് ആവശ്യമാണ്. ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ അതിനെ അമിതമായിട്ട് കൂട്ടിവെക്കണമെന്നോ അമിതമായിട്ട് ആർജിക്കണമെന്നോ ഒക്കെയുള്ള ചിന്തയെ കുറയ്ക്കുക. അപ്പം എന്ത് വേണം? ആസക്തിയെ കുറയ്ക്കുക എന്നാണ്. നിസ്സംഗത ശീലിക്കുക. ഈ ലോകത്തിലെ സകല വസ്തുക്കളും അനിത്യമാണ് എന്നും അസ്ഥിരമാണ് എന്നുള്ള ചിന്ത ഉണ്ടാവുക. യോഗമാർഗത്തിൽ കൂടിയിട്ട് ഇപ്പം നമ്മൾ വേണ്ടതുപോലെ ഒരു അറിവുള്ള, കഴിവുള്ള ഒരു ആചാര്യനെ, യോഗമാർഗം, യോഗ അഭ്യസിക്കുമ്പോൾ
തീർച്ചയായിട്ടും സമർത്ഥനായ ഒരുവനിൽ നിന്ന് വേണം